ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സ്റ്റോറീസ് പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? ഈ പല സ്പായ്സിലും ഈ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഇവർക്ക് കേൾക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഷെയർ മറ്റു കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീഡിങ്സ്? ഇതിനെ കേരള പോലീസ് വളരെ ഗൗരവത്തോടെ എടുക്കുന്നതാണ്. ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവല്ല സമ്പത്തിനെ അതിനെ എത്രയും പെട്ടെന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും ഒരു ഇതിൽ എന്തെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ കർശനമായ നടപടി ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പാക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അതിലേക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നിങ്ങളുടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതും കർശനമായ നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. അത് ഹൈക്കോടതിൻ്റെ നിർദ്ദേശമുണ്ട്, അത് പ്രകാരം തന്നെ നടക്കാൻ പോകുന്നതിലേക്ക്. അത് വിജിലൻസ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ശേഷം പുറപ്പെടുന്നുണ്ട്. താങ്ക് യു. നമസ്കാരം.